ഹായ് കുട്ടികളെ, മാതാപിതാക്കളെ, കീമ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് കോച്ചിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രയൽ അലോട്ട്മെൻറ്റ് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ പബ്ലിഷ് ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അബദ്ധമൊന്നും സംഭവിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഓപ്ഷനുകൾ റണ്ണിംഗ് ആണ് എന്നുള്ളതാണ്. മറ്റുള്ള കുട്ടികൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റും നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റും നിങ്ങളുടെ റാങ്കും കമ്പയർ ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഓപ്ഷനുകളും റണ്ണിംഗ് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് ഇനിയുള്ള സമയം, അതായത് 5-ാം തീയതി രാവിലെ 11 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ആനുപാതികമായി ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏകദേശം കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളും കോഴ്സുകളും ഇപ്പോൾ വന്ന ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അറിവും കൂടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷനുകൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റാണ്. ഇതിന് ശേഷം നമുക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റിലേക്കും പോകേണ്ടതുണ്ട്. ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഒരു 8,000 രൂപ എൻട്രൻസ് കമ്മീഷണറേറ്റിന് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈസ കൂടി നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജുകൾ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത ഫീസ് സ്ട്രക്ചറുള്ള കോളേജുകളാണെങ്കിൽ നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. ഇനി പല കുട്ടികളും വരുത്തുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്ഷനുകൾ, അതായത് അവർക്ക് കൂടുതൽ താല്പര്യമുള്ള ഓപ്ഷനുകൾ താഴെ കൊടുക്കുകയും കുറഞ്ഞ താല്പര്യമുള്ള ഓപ്ഷനുകൾ പ്രയോറിറ്റി ലിസ്റ്റിൽ മുകളിൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് ആ ഒരു ഓപ്ഷൻ നമ്മൾ കൺഫേം ചെയ്യുന്നതോടുകൂടി താഴേക്കുള്ള ഓപ്ഷനുകളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് മുകളിലേക്കുള്ള ഓപ്ഷനുകളിൽ മാത്രമാണ് 2-ാം ഘട്ട അലോട്ട്മെൻറ്റും 3-ാം ഘട്ട അലോട്ട്മെൻറ്റും വരിക. അപ്പോൾ നിങ്ങൾ ഹയർ പ്രയോറിറ്റി ഉള്ള കോളേജുകളും കോഴ്സുകളും താഴെ കൊടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും കുറഞ്ഞ പ്രയോറിറ്റി ഉള്ള കോഴ്സുകൾ അതുപോലെ തന്നെ കോളേജുകൾ മുകളിൽ കൊടുത്താൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതിനേക്കാളും മോശപ്പെട്ട കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും പിന്നീടുള്ള 2-ാം ഘട്ട 3-ാം ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം കിട്ടിയെന്നും വരാം. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. പല കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നല്ല കോളേജ് കിട്ടിയതിന് ശേഷം 2-ാം ഘട്ട 3-ാം ഘട്ട അലോട്ട്മെൻറ്റുകളിൽ അവർ മോശപ്പെട്ട കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും പോകേണ്ട അവസ്ഥയൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായി. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പറയുന്നത്. അപ്പോൾ ഹൈ പ്രയോറിറ്റി ഓപ്ഷൻ താഴെയായോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൽ അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈം പീരീഡിൽ നടത്തപ്പെടുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ്. അതിനാൽ തന്നെ ഇത് ഫൈനൽ അലോട്ട്മെൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് കരുതാനായിട്ട് സാധിക്കില്ല. പല കുട്ടികളും ഓപ്ഷനുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാ കുട്ടികളും, ഒട്ടുമിക്ക കുട്ടികളും അവരുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാന മിനിറ്റ് വരെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. കാരണം സെർവറിൽ ഉള്ള ലോഡ് കാരണം നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നടത്തുന്ന അലോട്ട്മെൻ്റ് ആയതിനാൽ ട്രയൽ അലോട്ട്മെൻറ്റ് തന്നെ നമ്മുടെ ഫൈനൽ അലോട്ട്മെൻ്റായിട്ട് വരണം എന്ന് നിർബന്ധമില്ല. കാരണം എല്ലാ ഓപ്ഷനുകളും ഒരുപക്ഷെ ട്രയൽ അലോട്ട്മെൻറ്റിൽ എൻട്രൻസ് കമ്മീഷണർ പരിഗണിച്ചിട്ടുണ്ടാവില്ല. 5-ാം തീയതി 11 മണി വരെയാണ് നമ്മുടെ ഫൈനൽ ഡെഡ് ലൈനായിട്ട് വരുന്നത്. 7-ാം തീയതി നമുക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരികയും 8-ാം തീയതി നമുക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് വരികയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഫൈനൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ മെമ്മോ വന്നു എന്ന് വരില്ല. നിങ്ങൾ 8,000 രൂപ എൻട്രൻസ് കമ്മീഷണറിന് അടച്ച് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ചെയ്താൽ മാത്രം മതിയാകും. ഒരു പക്ഷേ 2-ാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ മെമ്മോ വരികയും നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായി വരികയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജുകൾക്ക് ആനുപാതികമായി നിങ്ങൾ ഫീസ് കൂടി കരുതേണ്ടതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഫീസുള്ള കോളേജുകളിലേക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താങ്ങാൻ പറ്റാത്ത ഫീസുള്ള കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതും കുറഞ്ഞ ഫീസുള്ള മറ്റു ഓപ്ഷനുകൾ അതിൻ്റെ സ്ഥാനത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരികയും മറ്റൊരു കോളേജിലേക്കോ ബ്രാഞ്ചിലേക്കോ നമ്മൾ മാറേണ്ടതായും വന്നു എന്ന് വരാം.
ഇതിന് ശേഷമാണ് നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 അലോട്ട്മെൻറ്റുകളും നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്നതും സ്പോട്ട് അലോട്ട്മെൻറ്റ് നമ്മൾ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ നേരിട്ട് പോയി എടുക്കേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 അലോട്ട്മെൻറ്റും വന്നതിന് ശേഷം ഒരു കാരണവശാലും നിങ്ങൾക്ക് തരുന്ന ദിവസത്തിൽ, നിങ്ങൾക്ക് തരുന്ന സമയത്തിൽ നിങ്ങളുടെ റാങ്കിന് ആനുപാതികമായി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആരും പങ്കെടുക്കാതെ ഇരിക്കരുത്. കാര്യം സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലും കോളേജുകളിൽ വേക്കൻസി വരികയും ആ വേക്കൻസിയിലേക്ക് നമുക്ക് ഭാഗ്യം കൊണ്ട് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ പല കുട്ടികളും സ്പോട്ട് അലോട്ട്മെൻറ്റിന് വരാതെ വരുമ്പോൾ നിങ്ങളുടെ റാങ്കുകൾ വളരെ കുറവാണെങ്കിലും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കോളേജുകളിലേക്കും വലിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ കിട്ടിയെന്ന് വരാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നല്ലൊരു കോളേജിലേക്ക്, നല്ല ഒരു കോഴ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് ആനുപാതികമായി അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫലപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ആ വീഡിയോ കാണുവാനായി നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.